നമ്മുടെ ഈ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറഞ്ഞ ഈ സംഭവം അവസാനിച്ച ഉടനെ അമേരിക്കയുടെ പടത്തലവനായിരുന്ന ഡേവിഡ് ഐസനോവർ, ജനറൽ ഐസനോവർ, അങ്ങേരുടെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, ജനറലെ, നിങ്ങൾ യുദ്ധമൊക്കെ ജയിച്ച് നിൽക്കുകയാണല്ലോ, അപ്പോൾ ഈ യുദ്ധം ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്ന സെക്കൻഡ് വേൾഡ് വാർ ജയിക്കാൻ നിങ്ങളെ സഹായിച്ച ആയുധം ഏതാണ്, അല്ലെങ്കിൽ അതിന് സഹായിച്ച ടെക്നോളജി ഏതാണ്? അമേരിക്കയും സഖ്യകക്ഷികളെയും വേൾഡ് വാർ നയിച്ച അല്ലെങ്കിൽ ഹിറ്റ്ലറെ പരാജയപ്പെടുത്തിയ, ടെക്നിക്കലി ഹിറ്റ്ലറെ പരാജയപ്പെടുത്തിയ പടത്തലവനാണ് ചോദിക്കുന്നത്. അപ്പം പുള്ളി പറഞ്ഞു, ഈ യുദ്ധം ജയിക്കാൻ ഞങ്ങളെ സഹായിച്ചത് 4 ആയുധങ്ങളാണ്, 4 പ്രധാന ആയുധങ്ങൾ. അതിൽ ഒന്നാമത്തെ എന്താണെന്ന് നമുക്കറിയാം, ആറ്റം ബോംബാണ്. അടുത്തായിട്ട് പുള്ളി എടുത്തു പറഞ്ഞത് C-47 സ്കൈ ട്രെയിൻ എന്ന് പറയുന്ന ഒരു കാർഗോ വിമാനമാണ്. അടുത്തത് ബസൂക്ക എന്ന് പറയുന്ന ആൻറ്റി ടാങ്ക് മിസൈലാണ്. പിന്നെ പുള്ളി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുള്ളി വിശേഷിപ്പിച്ചത് ജീപ്പിനെയാണ്, ജീപ്പ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ജീപ്പിനെ കുറിച്ചാണ്. അതായത് വിശേഷണങ്ങൾ ഒരുപാടുള്ള, അല്ലെങ്കിൽ ലോകത്ത് സമാനതകളില്ലാത്ത ഒരു സൈനിക വാഹനം. ജീപ്പിന് മുമ്പോ ജീപ്പിന് ശേഷമോ ഇത്രയും ഐക്കോണിക് ആയിട്ടുള്ള ഒരു വാഹനം ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടില്ല. അത് ആർക്കും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന വാഹനം, ലോകത്ത് അത്രയും പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന 2 വാഹനങ്ങളേ ഉള്ളൂ. അതിൽ 1 ജീപ്പും 2 വോക്സ്വാഗൺ ബീറ്റിലുമാണ്. അതായത് സെക്കൻഡ് വേൾഡ് വാർ ഹിറ്റ്ലറുടെ കയ്യിൽ നിന്നും യൂറോപ്യൻ മൈൻലാൻഡ് പിടിച്ചു വാങ്ങാൻ വേണ്ടി അമേരിക്ക സൃഷ്ടിച്ച അത്ഭുത വാഹനം, അല്ലെങ്കിൽ ലോകത്ത് ആദ്യമായി മാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട 4x4 വാഹനം. അങ്ങനെ വിശേഷണങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീരാത്തത്രയും വിശേഷണങ്ങളുള്ള ഒരു വാഹനമാണ്. പക്ഷേ ഇതിനൊരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ എന്നെപ്പോലെ 80കളിൽ ജനിച്ച് 90കളിൽ വളർന്ന എല്ലാ ഇന്ത്യക്കാരന്മാരും, ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ, അല്ലെ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ വാഹന സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ഒരു വാഹനം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അമേരിക്കയുടെയോ ഐസനോവറുടെയോ സെക്കൻഡ് വേൾഡ് വാറിൻ്റെയോ കഥയല്ല, നമ്മുടെ കൂടെ കഥയാണ്. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഓരോ ഇന്ത്യക്കാരൻ്റെയും കൂടെ കഥയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം ജീപ്പിനെ ഒന്ന് അടുത്തറിയാം. അപ്പോൾ ജീപ്പിൻ്റെ കഥ ആരംഭിക്കുന്നത്, ടെക്നിക്കലി കഥ ആരംഭിക്കുന്നത് 1940-ലാണ്. ഈ കഥയുടെ ആരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള, വളരെ നാടകീയമായ കുറേ മുഹൂർത്തങ്ങൾ ചേരുന്ന ഒരു സംഭവമാണിത്. അതായത് നമുക്ക് 1940 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ മൂർധന്യാവസ്ഥയാണ്. ഹിറ്റ്ലർ യൂറോപ്യൻ മെയിൻലാൻഡ് കീഴടക്കി അങ്ങനെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹിറ്റ്ലറിൽ നിന്ന് അല്ലെങ്കിൽ നാസി ജർമ്മനിയിൽ നിന്നും ഈ യൂറോപ്യൻ മെയിൻലാൻഡ് അല്ല, ലോകം തന്നെ തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കൻ സഖ്യകക്ഷികളുടെ ആവശ്യം. അപ്പോൾ നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് വരെ ലോകം കണ്ടത് വെച്ച് ഏറ്റവും ആധുനികമായിട്ടുള്ള യുദ്ധമായിരുന്നു. പക്ഷേ ആധുനിക യുദ്ധം എന്ന് പറയുമ്പോഴത്തേന് ആകാശത്ത് ബോംബറുകളും ഫൈറ്ററുകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും യഥാർത്ഥ യുദ്ധം നടന്നിരുന്നത് ഭൂമിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം അക്കാലത്ത് സൈനിക നീക്കം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും അതുപോലെ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ജപ്പാന്റെയും, അതായത് അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെടുന്ന അവരുടെ കയ്യിലും ഒക്കെ ട്രക്കുകളും ടാങ്കുകളും അതുപോലുള്ള സൈനിക നീക്കം നടത്താൻ ആവശ്യമായ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വാഹനങ്ങൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ടാങ്കുകളുടെ കാര്യമല്ല, ടാങ്കുകൾ എവിടെ നമ്മൾ മാറ്റി നിർത്തിയേക്കാം, സൈനിക ട്രക്കുകൾ. ഈ ട്രക്കുകൾക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ട്രക്കുകൾ പോകണമെങ്കിൽ റോഡുകൾ വേണം, അല്ലെങ്കിൽ ഉറപ്പുള്ള ഭൂപ്രദേശങ്ങൾ വേണം. അല്ലാത്തൊരു സ്ഥലത്തൂടെ ട്രക്ക് ഓടിച്ചുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ വളരെ കീഴ്ക്കാന്തൂക്കായ ചെരുവുകളിലൂടെ വണ്ടി ഓടിക്കാനോ ഒന്നും ഈ ട്രക്കുകൾ കൊണ്ട് സാധിക്കത്തില്ല. പക്ഷേ ഈ ട്രക്കുകൾ വരുന്നതിന്, ഈ ട്രക്കുകൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ ഇങ്ങനെ കീഴ്ക്കാന്തൂക്കായ മലനിരകളിലൂടെയും അല്ലെ ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലെ നദികളിലൂടെയൊക്കെ സൈനിക നീക്കം നടത്താൻ വേണ്ടി അക്കാലത്തെ സൈനികർ ഉപയോഗിച്ചിരുന്നൊരു വാഹനം ഉണ്ടായിരുന്നു, അതാണ് കുതിര. അപ്പോൾ അമേരിക്കൻ സഖ്യരാജ്യങ്ങളും ഒരു യന്ത്ര കുതിരയ്ക്കായി കൊതിച്ചു. അതായത് യൂറോപ്പിലെ മലനിരകളെയും ചതുപ്പ് നിരങ്ങളെയൊക്കെ കീഴടക്കാൻ കഴിവുള്ള ഒരു യന്ത്ര കുതിര, ഒരു വാർ ഹോഴ്സ്, അതായിരുന്നു അമേരിക്കയ്ക്ക് ആവശ്യം. അപ്പോൾ ഞാൻ കുതിര എന്ന ആലങ്കാരികമായിട്ട് പറഞ്ഞാണ്. യന്ത്ര കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കാലിലോടുന്ന കുതിരയല്ല, 4 വീലിലോടുന്ന കുതിര തന്നെയായിരുന്നു അവർക്ക് ആവശ്യം. അതായത് 4x4 കേപ്പബിലിറ്റി ഉള്ള ഒരു വാഹനം. അപ്പോൾ അന്നും 4x4 കേപ്പബിലിറ്റി ഉള്ള വാഹനം, ട്രക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു 4x4 കേപ്പബിലിറ്റി ഉള്ള വാഹനം അതായിരുന്നു വേണ്ടത്. അങ്ങനെ അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ ഒരു സ്പെസിഫിക്കേഷൻ തയ്യാറാക്കി. അവർക്കൊരു വണ്ടി വേണം, അതിനെക്കുറിച്ചൊരു സ്പെസിഫിക്കേഷൻ തയ്യാറാക്കി. ഒരു വലിയ ലിസ്റ്റാണ് ആ സ്പെസിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. അതായത് 550 കിലോഗ്രാം മാത്രമുള്ള ഒരു വാഹനം, 4 പേർക്ക് ഇരിക്കാവുന്ന 550 കിലോഗ്രാം മാത്രം തൂക്കമുള്ള, ഏതാണ്ട് 80 ഇഞ്ച് വീൽ ബേസും ഏതാണ്ട് 45 ഇഞ്ച് ട്രാക്കും ഉള്ള ഒരു ചെറിയ വാഹനം. അതിന്റെ ബോഡി സ്ട്രക്ചർ വളരെ സിമ്പിൾ ആയിരിക്കണം. ബോഡി സ്ട്രക്ചർ വളരെ സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് പോലെ ഇരിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അതായത് ബോക്സ് പോലെ ഇരിക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം ഇത് ഷിപ്പുകളിലും കാർഗോ പ്ലെയിനുകളിലും ഒക്കെ കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. ബോക്സ് പോലെ ഇരിക്കുകയാണെങ്കിൽ ഇത് ഒന്നിന് മേളിൽ ഒന്നായിട്ടോ സൈഡ് ബൈ സൈഡായിട്ടോ ഒക്കെ ഒരു വളരെ കുറച്ച് സ്ഥലം ഉപയോഗിച്ച് നമുക്ക് ഇതിനെ സ്റ്റാക്ക് ചെയ്യാൻ സാധിക്കും. അല്ലാതെ നമ്മൾ ഈ സൈഡൊക്കെ ചാടി നിൽക്കുന്ന കാറുകളാണെങ്കിൽ ഒരുപാട് സ്ഥലം വേസ്റ്റ് ആകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ ഇതിൽ 4 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കണം. 4 പേരെന്ന് ഡ്രൈവർ +3 അതാണ് ഉദ്ദേശിച്ചത്. കൂടാതെ ഇതിൽ ഇൻബിൽട്ട് ആയിട്ടൊരു മിഷൻ ഗൺ മൗണ്ട് ഉണ്ടായിരിക്കണം. അതായത് ഷാസി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന, ഷാസിയിൽ നിന്ന് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു മിഷൻ ഗൺ മൗണ്ട് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരുപാട് സ്പെസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഈ സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വളരെ സാഹസികമായിട്ടുള്ള ഒരു നടപടിയാണ് അമേരിക്ക ചെയ്തത്. അതായത് അമേരിക്കൻ ആർമി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ, അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ട് അവർ അമേരിക്കയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന 135ഓളം വാഹന നിർമ്മാണ കമ്പനികളുണ്ടായിരുന്നു. അവർക്കെല്ലാം ഈ സ്പെസിഫിക്കേഷൻ ഷീറ്റ് അവിടെ അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിന് റിപ്ലൈ അയക്കാൻ നിങ്ങൾക്ക് 11 ദിവസം സമയം തരികയാണ്. 11 ദിവസം, വെറും 11 ദിവസം. അങ്ങനെ 11ാമത്തെ ദിവസം റിപ്ലൈ അയക്കുന്ന എല്ലാവരും 49ാമത്തെ ദിവസം അതിന്റെ പ്രോട്ടോടൈപ്പ് റെഡിയാക്കി സമർപ്പിക്കണം. പ്രോട്ടോടൈപ്പ് സമർപ്പിച്ചാൽ മാത്രം പോരാ, 75ാമത്തെ ദിവസം, ഈ പ്രപ്പോസൽ സമർപ്പിച്ച് 75ാമത്തെ ദിവസം
ഈ വാഹനത്തിന്റെ ഈ പ്രോട്ടോടൈപ്പായിട്ട് ഉണ്ടാക്കിയ വാഹനത്തിന്റെ പ്രൊഡക്ഷൻ മോഡൽ 70 വാഹനങ്ങളുടെ ഒരു ബാച്ച് ഉണ്ടാക്കി US ആർമിക്ക് കൈമാറണം. അതായത് ശൂന്യതയിൽ നിന്ന് വെറും 75 ദിവസം കൊണ്ട് ഒരു വാഹനം ഉണ്ടാക്കി ആർമിക്ക് കൊടുക്കണം. വെറും വാഹനമല്ല, സൈനിക വാഹനം. അപ്പം സ്വാഭാവികമായിട്ട് ഈ 135 കമ്പനികൾക്ക് ഇവർ ഇത് അയച്ചെങ്കിലും ആകെ 2 കമ്പനികൾ മാത്രമാണ് റിപ്ലൈ അയച്ചത്. അത് ഒന്ന് അമേരിക്കൻ ബാൻഡം, അത് അമേരിക്കയിലൊരു വളരെ ചെറിയൊരു വാഹന നിർമ്മാതാവാണ്. രണ്ടാമത്തെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വില്ലീസ് ഓവർലാൻഡ്. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം വില്ലീസ് ഓവർലാൻഡിന്റെ പ്രപ്പോസൽ അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ അംഗീകരിച്ചു. അങ്ങനെ അമേരിക്കൻ ആർമിക്ക് വേണ്ടി ഈ സൈനിക വാഹനം നിർമ്മിക്കാനുള്ള കോൺട്രാക്ട് വില്ലീസ് ഓവർലാൻഡിന് ലഭിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീപ്പ് എന്ന് പറയുന്ന അത്ഭുത വാഹനം ഒരു യാഥാർത്ഥ്യമായി മാറുന്നു. ഇതായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പം വരുന്ന കഥ. പക്ഷേ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീപ്പ് എന്ന് പറയുന്ന ഈ അത്ഭുത വാഹനം ലോകത്തിൽ ആദ്യമായിട്ട് മാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഈ 4x4 സൈനിക വാഹനം യഥാർത്ഥത്തിൽ നിർമ്മിച്ചത് അമേരിക്കൻ ബാൻഡം എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഓട്ടോമൊബൈൽ നിർമ്മാതാവാണ്. അതായത് ഈ പ്രപ്പോസൽ ലഭിച്ച ഉടനെ അത് പ്രപ്പോസൽ ലഭിക്കുന്ന 1940 ജൂലൈ 17 അന്നേരം തന്നെ ഈ അമേരിക്കൻ ബാൻഡം കാൾ പ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓട്ടോമൊബൈൽ ഡിസൈനറെ ഹയർ ചെയ്തെന്നല്ല, കാൾ പ്രോസ്റ്റ് ഒരു ഫ്രീലാൻഡ് ഓട്ടോമൊബൈൽ ഡിസൈനറാണ്. അങ്ങനെ പോയി കണ്ടിട്ട് അമേരിക്കൻ ബാൻഡം പറഞ്ഞിട്ട് ഇതുപോലൊരു സാധനം കിട്ടിയിട്ടുണ്ട്, ഇത് വെച്ചൊരു വണ്ടി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പം പ്രോസ്റ്റ് പറഞ്ഞു ഇതൊന്നും നടപടിയായിരുന്ന കാര്യമില്ല, നിങ്ങൾ വേറെ വല്ലവരും നോക്കാൻ പറഞ്ഞു. പക്ഷേ ഇവർ പുറകെ കൂടി. അവസാനം പ്രോസ്റ്റ് എന്ത് ചെയ്താൽ പുള്ളി എത്ര കഴിവുള്ള മനുഷ്യനാണെന്ന് വിചാരിക്കണം. അതായത് 2 ദിവസം കൊണ്ട് ഈ സാധനം വരച്ചു. 2 ദിവസം കൊണ്ട് ഈ സാധനം വരച്ചു എന്ന് മാത്രമല്ല, അതിന്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് സഹിതം തയ്യാറാക്കി അമേരിക്കൻ ബാൻഡത്തിന് കൈമാറി. അങ്ങനെ ജൂലൈ 17 ഇങ്ങനെ പോയി കാണുന്നത്. ജൂലൈ 22 അമേരിക്കൻ ബാൻഡം ഈ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറിന് ഈ പ്രപ്പോസൽ കൈമാറി. ഏതായാലും അമേരിക്കൻ ആർമി സന്തോഷത്തിന്റെ അങ്ങേയറ്റത്ത് ചെയ്യുന്നത്, അതായത് അവരെന്താണ് ഉദ്ദേശിച്ച ആ സാധനമാണ് ഈ വരച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ബാൻഡത്തിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, വെൽ ഡൺ മൈ ബോയ്, ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണ് നീ കൊണ്ടിരിക്കുന്നത്, ഇനി സമയം ഒട്ടും കളയേണ്ട, നിങ്ങൾ സാധനം അങ്ങോട്ട് ഉണ്ടായിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബാൻഡം ഇതിന്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി. ബ്ലിറ്റ്സ് ബഗ്ഗി എന്നായിരുന്നു ഈ പ്രോട്ടോടൈപ്പിന്റെ പേര്. അത് അമേരിക്കൻ ആർമി ടെസ്റ്റ് ചെയ്തു, അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം അമേരിക്കൻ ബാൻഡത്തിന് ഇതിന്റെ കോൺട്രാക്ട് അവാർഡ് ചെയ്യാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചു. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം വന്നു. അതായത് ഈ അമേരിക്കൻ ബാൻഡം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു മാനുഫാക്ചറാണ്, വളരെ ചെറിയൊരു മാനുഫാക്ചർ. അവർക്ക് ഈ അമേരിക്കയ്ക്ക് അപ്പം വേണ്ട രീതിയിലുള്ള യുദ്ധകാലാടിസ്ഥാനത്തിൽ വാഹനം നിർമ്മിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറോ അതിനുള്ള മൂലധനമോ ഒന്നുമില്ല. അതായത് ലക്ഷക്കണക്കിന് വണ്ടികളാണ് ഉണ്ടാക്കേണ്ടത്, 1-2 അല്ല. ഏതായാലും അമേരിക്കയ്ക്ക് മനസ്സിലായി ഈ ബാൻഡം വിചാരിച്ചാൽ 10-100 വണ്ടി ഉണ്ടാക്കാമെന്നല്ലാതെ ഈ പറഞ്ഞ രീതിയിലുള്ള ലക്ഷക്കണക്കിന് വണ്ടിയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അമേരിക്കക്കാർ ഒരു പണി ചെയ്തു. അമേരിക്കൻ ഗവൺമെന്റ് അക്കാലത്തെ അമേരിക്കയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാവായിട്ടുള്ള ഫോർഡിനെ വിളിച്ചു. എന്നിട്ട് ഫോർഡിന് ഈ പ്രപ്പോസലും പ്രോട്ടോടൈപ്പും എല്ലാം കൈമാറിയിട്ട് പറഞ്ഞു, ഈ വണ്ടി ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ വണ്ടി, ഈ സാധനം നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ, കഴിയാവുന്നത്ര എണ്ണം, കഴിയാവുന്നത്ര വേഗത്തിൽ ഞാൻ കൊണ്ടാക്കി തരണം. അപ്പം ഫോർഡ് അമേരിക്കയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാവാണ്. പക്ഷേ ഫോർഡിന് ഉണ്ടാക്കാൻ കഴിയുന്നതിലും കൂടുതൽ വാഹനങ്ങൾ അവിടെ വേണമായിരുന്നു. അതുകൊണ്ട് അമേരിക്ക രണ്ടാമതൊരു കമ്പനികളെ വിളിച്ചു. അതായത് ഈ മത്സരത്തിൽ പങ്കെടുത്ത 2 കമ്പനികളിൽ ഒരെണ്ണം, ഒന്ന് ബാൻഡമാണ്, 2 വില്ലീസ് ഓവർലാൻഡാണ്. വില്ലീസ് ഓവർലാൻഡിനെ വിളിച്ചിട്ട് ഈ പ്രപ്പോസൽ കൈമാറി ഈ വണ്ടി ഉണ്ടായിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഈ 2 കമ്പനികളും ഇതിന്റെ ബാൻഡത്തിന്റെ ഡിസൈനെ അടിസ്ഥാനപ്പെടുത്തി ആ ഡിസൈനിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വരത്തില്ല, ചെറിയ കോസ്മെറ്റിക് ചേഞ്ചുകൾ മാത്രമേ വരുത്തുള്ളൂ. അങ്ങനെ അവരുടെ പ്രോട്ടോടൈപ്പുകൾ കൊണ്ടുവന്നു. അത് കോസ്മെറ്റിക് ചേഞ്ച് വരുത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു, ഇതിന്റെ ഡിസൈനിൽ കാര്യമായ മാറ്റം വരുത്തരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ 3 വാഹന നിർമ്മാതാക്കളും വണ്ടികൾ ഉണ്ടാക്കിയാലും ഈ 3 വണ്ടികളുടെയും പാർട്സുകൾ തമ്മിൽ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാൻ സാധിക്കണം. അതായത് ഫോർഡിന്റെ പാർട്സ് എടുത്ത് വില്ലീസിൽ ഇടാൻ പറ്റണം, വില്ലീസിന്റെ എടുത്ത് ബാൻഡത്തിൽ ഇടാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. യുദ്ധത്തിൽ നമുക്ക് വണ്ടിയുടെ പാർട്സ് തപ്പി പോകാനൊന്നും പറ്റത്തില്ല, കിട്ടുന്ന സാധനം എടുത്ത് വെച്ച് അന്നേരം നന്നാക്കാൻ പറ്റണം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞെങ്കിലും ഫോർഡ് ഒരു ചെറിയ പണി കാണിച്ചു. ഫോർഡ് അവരുടെ പാർട്സിൽ അവരുടെ ട്രേഡ് മാർക്കായി F എന്ന് പറയുന്ന സൈന് അങ്ങ് സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തു. അതായത് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ സാധനം കൊണ്ട് വേറെ ആൾക്കാർ ക്രെഡിറ്റ് അടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫോർഡ് അതിൽ സ്റ്റാമ്പ് ചെയ്തു. അത് മാത്രം ഒരു വ്യത്യാസം വന്നു, ബാക്കിയെല്ലാം പാർട്സുകളെല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം ഫോർഡ് കൊണ്ടുവന്ന പ്രോട്ടോടൈപ്പിന്റെ പേര് ഫോർഡ് പിക്മി എന്നായിരുന്നു. അതുപോലെ തന്നെ വില്ലീസിന്റെ പ്രോട്ടോടൈപ്പിന്റെ പേര് വില്ലീസ് ക്വാഡ് എന്നായിരുന്നു. എന്നാൽ ഈ ഫോർഡും വില്ലീസും അവരുടെ പ്രോട്ടോടൈപ്പ് റെഡിയാക്കി കൊണ്ടുവന്നു. പ്രോട്ടോടൈപ്പിൽ നിന്ന് പ്രൊഡക്ഷൻ മോഡൽ വന്നു. അങ്ങനെ ഫോർഡിനും വില്ലീസിനും ഈ കോൺട്രാക്ട് അവാർഡ് ചെയ്യാണ്. കോൺട്രാക്ട് അവാർഡ് ചെയ്യുന്നത് നമ്മുടെ ബാൻഡത്തിനെ വെറുതെ വിട്ടില്ല. ബാൻഡത്തിനോട് പറഞ്ഞു, നീയും വെറുതെ പോകണ്ട, ഏതായാലും നീ ഇത്രയൊക്കെ ചെയ്തതല്ല, അപ്പോൾ നിനക്ക് ഒരിക്കലും നിന്നെ കൊണ്ട് പറ്റുന്നത്ര വേണ്ടി നീ ഉണ്ടായിക്കോളം പറഞ്ഞ് ബാൻഡത്തിനൂടെ കൂടിയാണ് ഈ കോൺട്രാക്ട് അവാർഡ് ചെയ്യുന്നത്. അപ്പോൾ ഫോർഡിന്റെ വണ്ടി അറിയപ്പെടുന്ന ഫോർഡ് GP എന്നാണ്. വില്ലീസിന്റെ വണ്ടിയുടെ പേര് നമ്മൾ വിഖ്യാതമാണ്, ഇന്ത്യയിൽ വിഖ്യാതമായ പേരാണ്. അതായത് അത് ആദ്യം വില്ലീസ് MA എന്നാണ് അറിയപ്പെടുന്നത്, പിന്നെ അത് MB ആയി. അതായത് ഇടയ്ക്ക് വെച്ച് അതിൻ്റെ ഈ പ്രൊഡക്ഷനിലേക്ക് വരുന്നതിന് മുന്നേ ഇടയ്ക്ക് ഒരു മോഡിഫിക്കേഷൻ എന്താ വരുത്തുന്നുണ്ട്, അതുകൊണ്ടാണ് പേര് മാറിയത്. അതുപോലെ തന്നെ അമേരിക്കൻ ബാൻഡത്തിന് അമേരിക്കൻ ബാൻഡം BRC ഈ 3 വണ്ടികളും പ്രൊഡക്ഷനിലേക്ക് വന്നു. ആദ്യം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ഫോർഡ് GP ആണെന്ന് തോന്നുന്നു. ഫോർഡ് GP ആദ്യം ഉണ്ടാക്കിയെങ്കിലും ഫോർഡ് GP കൊടുത്തത് മുഴുവൻ അമേരിക്കൻ ഫോഴ്സിനാണ്. അതേസമയം ബാൻഡം BRCയും വില്ലീസ് MBയും കൊടുത്തത് റഷ്യയ്ക്കും ബ്രിട്ടനും ഒക്കെയാണ്. അങ്ങനെ വില്ലീസ് MB ബ്രിട്ടീഷ് ആർമി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ജീപ്പ് പോപ്പുലർ ആകാനുള്ള ഒരു കാരണം മാത്രമാണ്. അത് ഇന്ത്യയിൽ പോപ്പുലർ ആകാനുള്ള പ്രധാന കാരണം ബ്രിട്ടീഷ് ആർമി ഒന്നുമല്ല, അതൊരു ഇന്ത്യക്കാരനാണ്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞില്ലേ പിന്നെ നമ്മൾ ഇന്ത്യക്കാരനെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല.
അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൽ അമേരിക്ക നിർമ്മിച്ച ഈ അത്ഭുത വാഹനം, ഈ കുതിര, ഈ യന്ത്ര കുതിര വളരെ ശക്തമായ രീതിയിൽ, വളരെ അത്ഭുതകരമായ രീതിയിൽ പെർഫോം ചെയ്തു. അതായത് ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജീപ്പ് ഉപയോഗിച്ച് ചെയ്യാത്ത പണികളൊന്നുമില്ല. ജീപ്പ് ഉപയോഗിച്ച് ചെയ്യാത്ത പണികളൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ഒരു വാഹനം എന്ന നിലയിൽ ജീപ്പിനെ പരമാവധി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ഞാൻ ഗന്ധർവൻ സിനിമയിൽ ഗന്ധർവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സീനുണ്ടല്ലോ, അതിൽ പറയുമല്ലോ പാവയാകാനും പറവയാകാനും ഒക്കെ കഴിവുണ്ട് ഈ പുള്ളിക്കുന്നത്. ഏതാണ്ട് അതുപോലെയായിരുന്നു നമ്മുടെ ജീപ്പിന്റെ കാര്യം. അതായത് ഇതിന്റെ നിർമ്മാണ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ട്രക്കിനോ ഒരു ടാങ്കിനോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും വലിയ ഹെവി സൈനിക വാഹനത്തിന് കടന്നു ചെല്ലാൻ പറ്റത്തില്ലാത്തത് ഓടിച്ചു കയറ്റാൻ പറ്റുന്ന ഒരു 4x4 ലൈറ്റ് വാഹനം എന്നുള്ള നിലയിലാണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ ആ കാര്യം ഇത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. അതായത് കരയിൽ എല്ലാ പ്രദേശങ്ങളിലും, അതായത് ചതുപ്പിലും മലനിരകളിലും അങ്ങനെ എവിടെയൊക്കെ ഓടിക്കാൻ പറ്റുമോ അവിടെയെല്ലാം ഈ സാധനം ഓടിച്ചു. ഇനി അത് കൂടാഞ്ഞിട്ട് ഇതിന്റെ വീലുകൾ മോഡിഫൈ ചെയ്തിട്ട് ഇത് റെയിൽവേ ട്രാക്കിൽ ഉപയോഗിച്ചു, ഈ ചരക്ക് നീക്കത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി. അവിടെ കൊണ്ടും തീർന്നില്ല. പിന്നെ ഫോർഡ് ഇതിന്റെ രൂപം മാറ്റി ഒരു ബോട്ട് പോലെ ആക്കിയിട്ട് ഇത് വെള്ളത്തിൽ കൂടി ഓടിച്ചു. ചില ആൾക്കാർക്ക് എന്നിട്ടും തൃപ്തി വരാഞ്ഞിട്ട് ഇതിനെ ടോപ്പിൽ ഒരു ഫാനൊക്കെ പിടിപ്പിച്ച് ഇതിനെ ഹെലികോപ്റ്ററാക്കി പറത്താൻ വരെ ശ്രമിച്ചു. അതായത് ഒരു സൈനിക വാഹനം എന്ന നിലയിൽ മനുഷ്യൻ ഇത്രയധികം ഉപയോഗിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ ഇത്രയധികം പ്രയോജനപ്പെട്ടിട്ടുള്ള ഒരു വാഹനം ജീപ്പിന് മുമ്പോ ജീപ്പിന് ശേഷമോ ഉണ്ടായിട്ടില്ല. അതിനുശേഷം പല രൂപത്തിലും പല ഭാവത്തിലുള്ള പലതരം കേപ്പബിലിറ്റികളുള്ള പല സൈനിക വാഹനങ്ങളും മനുഷ്യൻ നിർമ്മിച്ചു. പക്ഷെ അതെന്തൊക്കെയായാലും ജീപ്പ് കാല് വെച്ച് തട്ട് എന്നും താന്നു തന്നെ ഇരിക്കും. പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിച്ചു ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. അതിന് ചരിത്രം സാക്ഷിയാണ്. നമ്മുടെ ജനറൽ ഐസനോവറുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ആരംഭിച്ചത് തന്നെ. അപ്പോൾ ഈ യുദ്ധത്തിൽ ഈ മനോഹരമായ പെർഫോമൻസ് കണ്ടിട്ടാണോ, ഇതിന്റെ രൂപം കണ്ടിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല, ആരോ ഈ വാഹനത്തെ ജീപ്പ് എന്ന് വിളിച്ചു. ആ പേര് വളരെയധികം പോപ്പുലറായി എന്നല്ല പറയണ്ട, പിന്നെ അങ്ങോട്ട് ഈ പേരിലാണ് ഈ വാഹനം അറിയപ്പെട്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ ജീപ്പ് എന്നുള്ള വാക്ക് അല്ലെ ജീപ്പ് എന്നുള്ള പേര് വന്നതെന്നുള്ളതിനെ കുറിച്ച് ഇന്നും ആർക്കും വ്യക്തമായ ഒരു ധാരണയൊന്നുമില്ല. അത് ഇന്നും അറിയപ്പെടാത്ത, ഇന്നും ചുരുളഴിയാത്ത ഒരു അജ്ഞാത രഹസ്യമാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം 6-7 തരം തിയറികൾ തന്നെ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന തിയറി ഏതാണെന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നില്ല. നിങ്ങളും ജീപ്പ് ലവറാണെങ്കിൽ നിങ്ങളുടെ കയ്യിലും ഉണ്ടായിരിക്കും ഇതിന്റെ പേരിനെ സംബന്ധിക്കുന്ന ഒരു തിയറി. അപ്പോൾ നിങ്ങളുടെ കഥ എന്താണെന്ന് കമൻറ്റായിട്ട് എന്നെ അറിയിക്കുക. കമൻറ്റായിട്ട് എന്നെ അറിയിക്കണം. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയുള്ള ആഗ്രഹമുണ്ട്. എത്ര പേര് ജീപ്പിനെ കുറിച്ച് എന്തൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പം ജീപ്പ് എന്നുള്ള പേര് എവിടുന്ന് വന്നു എന്നുള്ള ഇന്നും പിടികിട്ടാത്തൊരു രഹസ്യമാണ്. പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ 1944 ജീപ്പ് എന്നുള്ള പേര് വില്ലീസ് ഓവർലാൻഡ് ട്രേഡ് മാർക്കായിട്ട് രജിസ്റ്റർ ചെയ്തു. അവിടെയാണ് നമുക്കറിയാവുന്ന ആ ജീപ്പ്, അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ആഘോഷിക്കപ്പെടുന്ന ആ ജീപ്പ് എന്ന് പറയുന്ന വാഹനം ജനിക്കുന്നത്. അതായത് വില്ലീസ് ഓവർലാൻഡ് 1944 വില്ലീസ് CJ1 എന്ന് പറയുന്ന 4x4 വാഹനം നിർമ്മിച്ചു. അതായത് വില്ലീസ് MB എന്ന് പറയുന്ന സൈനിക വാഹനത്തിനെ കുറച്ചുകൂടെ മയപ്പെടുത്തി ഒരു സിവിലിയൻ യൂസിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ നിർമ്മിക്കുകയായിരുന്നു അവർ ചെയ്തത്. അപ്പോൾ വില്ലീസ് CJ1 എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി നമുക്ക് ഇങ്ങനെ പറയാം, ലോകത്തിലെ ആദ്യത്തെ മാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സിവിലിയൻ 4x4 വാഹനമാണ് വില്ലീസ് CJ1. അപ്പോൾ മാസ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രൊഡക്ഷൻ ഒന്നും നടന്നില്ല. വില്ലീസ് CJ1 എന്ന് പറയുന്ന ഒരു പ്രോട്ടോടൈപ്പ് ഒക്കെ ആയിട്ട് കണക്കാക്കിയാൽ മതി. അതിന് ഇത്രയധികം വണ്ടികളൊന്നും നിർമ്മിക്കപ്പെട്ടില്ല. തൊട്ടടുത്ത വർഷം തന്നെ 1945 തന്നെ വില്ലീസ് CJ2 ഉണ്ടാകുന്നുണ്ട്. വില്ലീസ് CJ2ഉം 40 വണ്ടിയോളം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ളൂ. അതും പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വില്ലീസ് MBയെ ഒരു സിവിലിയൻ വാഹനമായിട്ട് മോഡിഫൈ ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ അതിൽ രൂപമാറ്റം എന്നല്ല പറയുന്നത്, അതിനെ സാധാരണ മനുഷ്യന്മാർക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമായിട്ട് മാറ്റാൻ അവർ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ 1945 പകുതിയോളം ആയപ്പോഴത്തേന് വില്ലീസ് CJ2A എന്ന് പറയുന്ന മോഡൽ വില്ലീസ് നിർമ്മിച്ചു. ഇതാണ് ലോകത്തിൽ ആദ്യമായിട്ട് യഥാർത്ഥത്തിൽ മാസ് പ്രൊഡ്യൂസ് ചെയ്ത സിവിലിയൻ 4x4 വാഹനം. അപ്പം വില്ലീസ് CJ2A എന്ന് പറയുന്ന ഈ വാഹനം വില്ലീസ് MBയിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ ഏറ്റവും പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഇമാർ വലുതാക്കി. അത് MBയുടെ ഹെഡ്ലൈറ്റ് അങ്ങനെ വളരെ റൗണ്ട് ആയിട്ടുള്ള ഒരു വലിയ ഹെഡ്ലൈറ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചത്. അപ്പോൾ ഈ വലിയ ഹെഡ്ലൈറ്റ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇവരെന്ത് ചെയ്തത്, ഈ വില്ലീസ് MBക്ക് 9 സ്ലോട്ട് ഗ്രില്ലായിരുന്നു ഉണ്ടായിരുന്നത്, 9 സ്ലോട്ടുകളുള്ള ഗ്രില്ലായിരുന്നു. അപ്പോൾ ഈ 2 വശത്ത് നിന്ന് ഓരോ സ്ലോട്ട് വീതന്മാരെ എടുത്തു കളഞ്ഞു. അങ്ങനെ എടുത്തു കളഞ്ഞപ്പോഴാണ് 7 സ്ലോട്ട് ജീപ്പ് ഗ്രില്ല് ഉണ്ടാകുന്നത്. അതായത് വിഖ്യാതമായ 7 സ്ലോട്ട് ഗ്രില്ല്. അതായത് ഇന്നും ലോകത്ത് പല ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സും, അതായത് മഹീന്ദ്രയും ജീപ്പും ഒക്കെ തമ്മിൽ കോടതികൾ തോളും വ്യവഹാരം നടത്തുന്ന മത്സരിക്കുന്ന ആ 7 സ്ലോട്ട് ഗ്രില്ല്, ആ 7 സ്ലോട്ട് ഗ്രില്ല് ഇങ്ങനെ ഈ 2 വലിയ ലൈറ്റ് അക്കോമഡേറ്റ് ചെയ്യാൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ജനിക്കുന്നത്. ഈ 7 സ്ലോട്ട് ഗ്രില്ല് ഈ ജീപ്പിന്റെ ഓണർഷിപ്പ് മാറി മറിഞ്ഞ് വന്നപ്പോഴത്തേനും പല വാഹന നിർമ്മാതാക്കൾക്കും ലഭിക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് കുറെ കാലം AM ജനറൽ പോലും ഈ 7 സ്ലോട്ട് ഗ്രില്ലിന്റെ ഓണർഷിപ്പ് അതിന്റെ ട്രേഡ് മാർക്ക് ഹോൾഡ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഈ ഹമ്മിക്കും 7 സ്ലോട്ട് ഗ്രില്ല് വരുന്നത്. അപ്പം 7 സ്ലോട്ട് ഗ്രില്ലിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതിന്റെ എഞ്ചിൻ ഉൾപ്പെടെ പല കാര്യങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്തുന്നത്. എഞ്ചിൻ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ സെയിം തന്നെയാണ് ഉപയോഗിച്ചത്. അതായത് L134 ഗോ ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്ന എഞ്ചിൻ
എഞ്ചിൻ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചത്. പക്ഷേ അതിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ ബോഗ് വാണ്ടർ T90 എന്ന് പറയുന്ന 3 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിൽ ഉപയോഗിച്ചത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഇത് പണിയെടുക്കുന്ന ഒരു വാഹനമായിട്ടാണ് ഇവർ നിർമ്മിച്ചത്. അതായത് പണിയെടുക്കുന്ന വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന ഈ എസ്റ്റേറ്റുകളിലും അതുപോലെ ഉള്ള പല പർപ്പസിനുമാണ് ജീപ്പ് ഉപയോഗിച്ചത്. അല്ല, ജീപ്പ് ഒരിക്കലും ഒരു യാത്രാവാഹനമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. യാത്രാവാഹനമായിട്ട് വളരെയധികം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ജീപ്പിൻ്റെ പ്രധാന ഉപയോഗമെന്ന് വില്ലിസ് മനസ്സിലാക്കിയിരുന്നത് ഇതൊരു ഫാം ട്രക്ക്. അത് ഫാം ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഞായറാഴ്ച പള്ളിയിൽ പോകാനും ബാക്കിയുള്ള ദിവസം എല്ലാം ട്രാക്ടർ പോലെ നില ഉഴുവാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം. ഞാൻ കളിയാക്കിയത് ട്രാക്ടർ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ജീപ്പ് എന്ന് പറയുന്നത്. അതായത് വില്ലിസ് ഇത് അഗ്രി ജീപ്പ് എന്നുള്ള പേരിലാണ് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ വില്ലിസ് പ്രൊഡക്ഷനിൽ ഉപയോഗിച്ച പേര് CJ എന്നാണ്. അതായത് സിവിലിയൻ ജീപ്പ് എന്നുള്ള പേരിലാണ് ഉപയോഗിച്ചത്. അതൊരു ഫാമിൽ ഒരു ട്രാക്ടർ ചെയ്യുന്ന എല്ലാ പണികളും ഇത് ഉപയോഗിച്ച് എടുക്കാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ യാത്രാവാഹനമായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ മൾട്ടിപർപ്പസ് വാഹനം എന്നുള്ള രീതിയിലാണ് വില്ലിസ് ഇതിനെ വിഭാവനം ചെയ്തത്. അങ്ങനെ 1949 ആയപ്പോൾ ഈ CJ2A എന്ന് പറയുന്ന മോഡലിൽ ചില അപ്ഗ്രേഡേഷൻ വരുത്തി CJ3A നിർമ്മിക്കുന്നുണ്ട്. അതിൽ എഞ്ചിൻ്റെ പവറിലും ട്രാൻസ്മിഷനിലും ഒക്കെ ചില അപ്ഗ്രേഡേഷൻ വരുന്നുണ്ട്. മാറ്റമല്ല വരുന്നത്, അപ്ഗ്രേഡേഷൻ വരുത്തുന്നുണ്ട്. അതിനുശേഷം 1953 ആയപ്പോഴത്തേനാണ് ജീപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റം വരുന്നത്. അതായത് 1953 ഏതാണ്ട് 69 വർഷത്തെ ചരിത്രം അവസാനിപ്പിച്ചുകൊണ്ട് വില്ലിസ് ഓവർലാൻഡ് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. അതായത് വില്ലിസ് ഓവർലാൻഡ് എന്ന് പറയുന്ന കമ്പനി കെയ്സർ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ലയിച്ചു. അതോടുകൂടി വില്ലിസ് ഓവർലാൻഡ് ഇല്ലാതായി കെയ്സർ ജീപ്പ് എന്ന പേരിൽ ജീപ്പിൻ്റെ പ്രൊഡക്ഷൻ തുടർന്നു. പക്ഷേ വില്ലിസിൻ്റെ ഈ ബ്രാൻഡ് നെയിമും അതിൻ്റെ മറ്റ് ആടയാഭരണങ്ങളും എല്ലാം അതേപടി വീണ്ടും നിർബാധം ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 1953 വില്ലിസ് CJ3B എന്ന് പറയുന്ന മോഡലുണ്ടായി. ഈ ഒരു കാലഘട്ടത്തിലാണ്, ഈ ഒരു സമയത്താണ് ഇന്ത്യൻ വാഹന നിർമ്മാണ ചരിത്രത്തിൽ വഴിത്തിരിവ് ഉണ്ടായിക്കൊണ്ട് മഹീന്ദ്ര ഇന്ത്യയിൽ ജീപ്പിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നത്. അതായത് ജീപ്പിൻ്റെ ചരിത്രത്തിൽ നമ്മളെപ്പോലുള്ള ഇന്ത്യക്കാരൻ്റെ കഥ കൂടിച്ചേരുന്നത് ഇവിടെയാണ്. അതായത് ഇന്ത്യക്കാരൻ്റെ കഥ കൂടിച്ചേരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ ജീപ്പ് എന്ന് പറയുന്ന വാഹനം ഒരിക്കലും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. വാഹനം ഇഷ്ടപ്പെടുന്ന, വണ്ടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാ മനുഷ്യന്മാരും ഒരിക്കലും ഈ ജീപ്പ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ജീപ്പിൻ്റെ ഏതെങ്കിലും ഒരു മോഡൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തവരുടെ ആരും കാണത്തില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്നെപ്പോലുള്ള ഈ ഗ്രാമവാസികളായിട്ടുള്ള വാഹനപ്രേമികളുടെ കാര്യമാണ്. അതല്ലാതെ അർബൻ വാഹനപ്രേമികളുണ്ടല്ലോ, അതായത് ട്രാക്കിൽ പോയി 911 ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അവരുടെ കാര്യമല്ല പറയുന്നത്. എന്നെപ്പോലെ കേരളത്തിലോ അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ ഏതെങ്കിലും കൂടുതലോ ഏതെങ്കിലും ഒരു മലയോര ഗ്രാമത്തിൽ ജനിച്ച സാധാരണ വാഹനപ്രേമികൾ അവരാദ്യമായിട്ട് കണ്ടതല്ല, അല്ല ആദ്യമായിട്ട് കണ്ടു കൊതിച്ചത് ഈ ജീപ്പ് എന്ന് പറയുന്ന വാഹനമായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കോടിക്കണക്കിന് കുട്ടികൾ വളർന്ന് എന്നെപ്പോലെ യുവാക്കളായപ്പോഴത്തേന് അവരവരുടെ ഗരാജിൽ കാണാൻ ആഗ്രഹിച്ചത് ഇതുപോലത്തെ ഒരു വണ്ടിയാണ്. ഈ ജീപ്പ് എന്ന് പറയുന്ന CJ ജീപ്പോ അല്ലെ മഹീന്ദ്രയുടെ MM540 അല്ലെങ്കിൽ നമ്മുടെ ജിപ്സിയോ അങ്ങനെ ജീപ്പിൻ്റെ ഒരു രൂപസാദൃശ്യമുള്ള ഏതെങ്കിലും ഒരു വാഹനമായിരിക്കും അവർ ആദ്യം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത്. പിന്നെ പല കാരണങ്ങൾ കൊണ്ടും അത് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടാക്കിയതില്ല. പക്ഷേ എന്നും അത്തരം വാഹനപ്രേമികൾ അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന, അവരുടെ മനസ്സിലിട്ട് താലോലിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ജീപ്പ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്ന ആ ജീപ്പിൻ്റെ കഥയാണ്. അമേരിക്കയിലെ ജീപ്പിൻ്റെ കാര്യമല്ല. അമേരിക്കയിലെ ജീപ്പ് ഉണ്ടായി 1953 വില്ലിസ് ഓവർലാൻഡ് കെയ്സറിൻ്റെ ഭാഗമായിട്ട് മാറി. പിന്നെ ഈ ഡിസൈനും അതിൻ്റെ ലോഗോയും അതിൻ്റെ മാനുഫാക്ചറിംഗായിട്ടും ഒക്കെ അമേരിക്കയിൽ പല പല വാഹന നിർമ്മാതാക്കളുടെ കയ്യിലും മാറി മറിഞ്ഞ് ഒടുവിൽ ഇത് ജീപ്പ് റാംഗ്ലറൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. ആ കഥ അവിടെ അമേരിക്കയിൽ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കഥയാണ്, നമ്മുടെ ജീപ്പിൻ്റെ കഥയാണ്. അപ്പോൾ മഹീന്ദ്ര ഇന്ത്യയിൽ ജീപ്പിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹീന്ദ്ര ഇവിടെ വലിയ ഫാക്ടറിയും എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒക്കെ ഉണ്ടാക്കി ജീപ്പ് പ്രൊഡ്യൂസ് ചെയ്യല്ലേ ഇത്. മഹീന്ദ്ര ജീപ്പ് ഈ വില്ലിസ് CJ ജീപ്പുകൾ അമേരിക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വിൽക്കുകയാണ് ചെയ്തത്. ഇമ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നോക്ക്ഡൗൺ കിറ്റ്, നമ്മുടെ ഈ നോക്ക്ഡൗൺ കിറ്റ് എന്ന് പറയുമല്ലോ, അതായത് കംപ്ലീറ്റ്ലി നോക്ക്ഡൗൺ കിറ്റ് നമ്മൾ CKD നിന്ന് അറിയപ്പെടുന്ന രീതിയിൽ ജീപ്പുകൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഭാഗങ്ങൾ മുഴുവൻ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് ജീപ്പായിട്ട് വിൽക്കുകയായിരുന്നു. അപ്പോഴത്തേന് ആ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ CJ ജീപ്പ് തന്നെയാണ്, യാതൊരു മാറ്റമില്ല. വില്ലീസിൻ്റെ എഞ്ചിന്, വില്ലീസിൻ്റെ ബോഡി എല്ലാം വില്ലീസിന് തന്നെ. ഈവൻ ഡ്രൈവ് പോലും ഈ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരുന്നു. അങ്ങനെ 1963 ആയപ്പോൾ ജീപ്പിൻ്റെ ലൈഫിൽ ഒരു വലിയൊരു മാറ്റം വരുന്നുണ്ട്. അതായത് ഈ ഗോഡബിൾ എഞ്ചിൻ മാറ്റിയിട്ട് ഇച്ചിരി പവർഫുൾ ആയിട്ടുള്ള ഹരിക്കെയിൻ എഞ്ചിൻ വരുന്നുണ്ട്. അങ്ങനെയാണ് വില്ലിസ് CJ3B എന്ന് പറയുന്ന മോഡൽ വരുന്നത്. ഈ 3B മോഡലിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ബോണറ്റിനൊക്കെ ഹൈറ്റ് കൂടുതലായിരുന്നു. ഈ ഹരിക്കെയിൻ എഞ്ചിൻ ഈ ഗോഡബിൾ എഞ്ചിനേക്കാളും വലിപ്പം കൂടുതലായിരുന്നു. അപ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി, അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി എഞ്ചിൻ ബേയുടെ വലിപ്പമൊക്കെ കൂടി, അതുകൊണ്ട് ബോണറ്റിൻ്റെ ഹൈറ്റ് കൂടി, അതുകൊണ്ട് തന്നെ ജീപ്പിൻ്റെ രൂപത്തിൽ മൊത്തത്തിലൊരു മാറ്റമൊക്കെ വന്നു. അപ്പോൾ ഈ സമയത്ത് ഈ ജീപ്പ് എന്ന് പറയുന്ന സാധനം ഒരു യൂണിവേഴ്സൽ വാഹനമായി മാറിയിരുന്നു. അതായത് മഹീന്ദ്ര തന്നെയല്ല, മഹീന്ദ്ര കൂടാതെ വേറെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല മാനുഫാക്ചേഴ്സും ഈ ജീപ്പ് ഈ മഹീന്ദ്ര ഇവിടെ ചെയ്ത പോലെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ജപ്പാനിൽ മിസ്തുബിഷി ഇത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ടർക്കിഷ് വില്ലീസ് ഓവർലാൻഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അങ്ങനെ പലരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലേക്ക് അമേരിക്കയിൽ നിന്ന് വില്ലീസ് ഇത് കയറ്റുമതിയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ജീപ്പ് ഒരു ഇന്റർനാഷണൽ പ്രോഡക്റ്റ് ആയിട്ട് മാറി നിൽക്കുന്ന കാലഘട്ടമായിരുന്നു ഈ 60കൾ എന്ന് പറയുന്നത്. അങ്ങനെ 60കളുടെ അവസാനത്തോടുകൂടി മഹീന്ദ്ര ഈ ജീപ്പിൽ പല പല മാറ്റങ്ങളും വരുത്തി അതിനെ ഒരു ഇന്ത്യൻ വാഹനമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ 67 കൂടിയ മഹീന്ദ്ര ഇതിന്റെ വീൽ ബേസ് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതിൽ ഉപയോഗിക്കുന്ന ഈ വില്ലീസിന്റെ F130
4 ഹരിക്കേൻ എഞ്ചിൻ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് 68-69 ആയപ്പോഴത്തേക്കിനും ഈ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മാറ്റി ഇത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ജീപ്പാക്കി മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് മഹീന്ദ്ര ഇതിലേക്ക് കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ജീപ്പിനെ ശരിക്കും ഒരു ഇന്ത്യക്കാരനാക്കി മാറ്റുന്നത്. അതായത് ഇന്ത്യൻ ജനഹൃദയങ്ങളിലേക്ക് ജീപ്പിനെ കുടിയിരുത്താൻ സഹായിച്ചത് പിന്നീട് കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. അതായത് 1970 ആയപ്പോഴത്തേനും ജീപ്പിന് ഒരു മോഡലോ കഴിഞ്ഞു. അതായത് CJ4A വന്നു. CJ4A എന്ന് പറയുന്ന ജീപ്പിൽ മഹീന്ദ്ര ഒരു പരീക്ഷണം നടത്തി. മഹീന്ദ്ര പരീക്ഷണം നടത്തിയെന്ന് പറഞ്ഞാൽ മഹീന്ദ്ര അക്കാലത്ത് ഈ ജീപ്പ് കൂടാതെ ഇവിടെ ട്രാക്ടർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. മാനുഫാക്ചർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ അമേരിക്കൻ ട്രാക്ടർ നിർമ്മാതാവായിട്ടുള്ള ഇന്റർനാഷണൽ ഹാർവസ്റ്ററിന്റെ B275 എന്ന് പറഞ്ഞ ട്രാക്ടർ മഹീന്ദ്ര ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ അമേരിക്കൻ ട്രാക്ടറിൽ ഉപയോഗിച്ചിരുന്ന ഡീസൽ എഞ്ചിൻ അതേപടി എടുത്ത് മഹീന്ദ്ര CJ4A എന്ന് പറയുന്ന ജീപ്പിലേക്ക് ഘടിപ്പിച്ചു. അപ്പോൾ നമ്മളിവിടെ ഈ ജീപ്പിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ജീപ്പിന്റെ ഹിസ്റ്ററി ഇന്ത്യയിൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വില്ലിസ് എംപിയിൽ നിന്ന് തുടങ്ങി മഹീന്ദ്ര താറിൽ വന്നിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ഹിസ്റ്ററി നമുക്ക് കാണാൻ സാധിക്കും. കണ്ടിന്യൂസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഈ വില്ലിസ് എംപിയുടെ DNA ഈ മഹീന്ദ്ര താർ വരെ നമുക്ക് ട്രേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല ജീപ്പിന്റെ പിൻഗാമികളായിട്ട് അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഉള്ള വാഹനങ്ങളിൽ ഇങ്ങനെ ഒരു എവല്യൂഷൻ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതായത് വില്ലിസ് എംപിയുടെ ഏറ്റവും അവസാനത്തെ കണ്ണയായിട്ട് ഭൂമിയിലുള്ള വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹീന്ദ്ര താറാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അത് മഹീന്ദ്ര താർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള മഹീന്ദ്ര താറല്ല, 2010 ഇറങ്ങിയ മഹീന്ദ്ര താർ. അവിടം വരെ നമുക്ക് വില്ലിസ് എംപിയുടെ DNA കൃത്യമായിട്ട് ട്രേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് വില്ലിസ് CJ4Aയിലാണ്. ഇവിടെയാണ് മഹീന്ദ്ര ഒരു വലിയ മാറ്റം ഈ ജീപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് മഹീന്ദ്ര ഇന്റർനാഷണൽ ഹാർവസ്റ്ററിന്റെ ഡീസൽ എഞ്ചിൻ ഈ ജീപ്പ് CJ4Aയിലേക്ക് ഘടിപ്പിക്കുന്നു. അതോടുകൂടി ജീപ്പിന്റെ CJ4A എന്നുള്ള പേര് മാറിയിട്ട് അത് മഹീന്ദ്ര CJ500D ആയിട്ട് മാറുകയാണ്. അങ്ങനെ ഈ ഡീസൽ എഞ്ചിന്റെ വരവോടുകൂടി യുദ്ധഭൂമികൾ അടക്കി ഭരിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ജീപ്പ് എന്ന് പറയുന്ന വാഹനം ഇന്ത്യൻ ഗ്രാമഹൃദയങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങി. അതായത് ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് ജീപ്പ് മാറാൻ തുടങ്ങുകയാണ്. അങ്ങനെ 1986 മഹീന്ദ്ര ജീപ്പിനെ പിന്നെയും അപ്ഗ്രേഡ് ചെയ്തു. ഈ അപ്ഗ്രേഡേഷനാണ് മഹീന്ദ്രയുടെ ചരിത്രത്തിലെ വേറൊരു നാഴികക്കല്ലായി മാറുന്ന അപ്ഗ്രേഡേഷൻ. അതായത് അവിടെയാണ് മഹീന്ദ്ര MM540 എന്ന് പറയുന്ന ജീപ്പ് ജനിക്കുന്നത്. മഹീന്ദ്ര MM540 എന്ന് പറഞ്ഞാൽ നമ്മുടെ താറിന്റെ മുത്തച്ഛൻ, അതാണ് MM540. അതായത് മഹീന്ദ്ര MM540 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹീന്ദ്ര റീഡിസൈൻ ചെയ്ത ഒരു CJ ജീപ്പാണെന്ന് നമുക്ക് പറയാം. അതായത് മഹീന്ദ്ര MM540 മഹീന്ദ്ര ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ ബേസിക്കലി മഹീന്ദ്ര MM540 എന്ന് പറഞ്ഞാൽ ജീപ്പ് CJ5 തന്നെയാണ്. അതായത് ജീപ്പ് CJ5 എന്ന് പറയുന്ന ജീപ്പിലേക്ക് മഹീന്ദ്ര ഡീസൽ എഞ്ചിൻ ഘടിപ്പിക്കുകയാണ് ചെയ്തത്. ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത് പിജോ, ഫ്രഞ്ച് മാനുഫാക്ചർ ആയിട്ടുള്ള പിജോയുടെ XPD490 എന്ന് പറയുന്ന ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ച് അതോടുകൂടി CJ5 എന്ന് പറയുന്ന സാധനം മഹീന്ദ്ര MM540 ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഈ MM540യും CJയും തമ്മിൽ ഈ എഞ്ചിൻ കൂടാതെ പ്രകടമായ പല മാറ്റങ്ങളും ഉണ്ട്. അതായത് വീൽ ബേസിന്റെ കാര്യത്തിലും അത് തന്നെയല്ല ഈ മെറ്റാലിക് ഡോറുകൾ, അങ്ങനെ പലതും മഹീന്ദ്ര ഇതിലേക്ക് കൂട്ടിച്ചേർത്ത ഘടകങ്ങളാണ്. അതായത് ആ സമയമൊക്കെ ആയപ്പോഴത്തേന് ഈ റൂറൽ ഏരിയയിൽ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നതിന് പ്രധാന വാഹനം എന്ന നിലയിൽ ജീപ്പ് മാറിയിരുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നിർമ്മിക്കുന്നത്. അത് കൂടുതൽ ആൾക്കാരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജീപ്പിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്ന സാധനം അല്ല, ജീപ്പിന് എത്ര ആൾക്കാരെ വഹിക്കാന്നുള്ളത് ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, അതായത് എൻ്റെ പ്രായമുള്ള പലർക്കും ഓർമ്മ ഉണ്ടായിരിക്കും ഈ ജീപ്പിൽ 10-15 ആൾക്കാർ കയറി പോകുന്നത്. അതായത് ഫ്രണ്ട് സീറ്റിൽ 5 പേര്, പിന്നെ അതിൻ്റെ ബാക്ക് സീറ്റിൽ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കുന്ന അതിലും കാണും ഒരു 8 പേരോളം, പിന്നെ പുറയിൽ 3-4 പേര് തൂങ്ങുന്നുണ്ടായിരിക്കും. അങ്ങനെ പറ്റുന്നിടത്തെല്ലാം ജീപ്പിൽ ചവിട്ടി നിൽക്കാനും പിടിച്ചു നിൽക്കാനും പറ്റുന്നിടത്തെല്ലാം ആളെ കെട്ടി ജീപ്പ് പോകുമായിരുന്നു. അതായത് ആ സമയത്തൊക്കെ നാട്ടിലൊരു കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു 3 ജീപ്പും കാണും, ഒരു കാറും കാണും. ഈ കാറിലായിരിക്കും നമ്മുടെ കല്യാണ ചെറുക്കം പോകുന്നത്. പിന്നെ ഈ ബാക്കി നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരെ ട്രിപ്പ് അടിക്കുന്ന ഈ ജീപ്പ് ഉപയോഗിച്ചായിരിക്കും. ഓരോ ട്രിപ്പിലും 10-15-20 പേരൊക്കെ ആയിരിക്കും ജീപ്പിൽ കയറി പോകുന്നത്. അക്കാലത്ത് ഇന്ത്യയിൽ 2 വാഹനങ്ങളേ ഉള്ളൂ, 2 പ്രധാന വാഹനങ്ങളേ ഉള്ളൂ, കാറും ജീപ്പും. കാർ എന്ന് പറഞ്ഞാൽ അംബാസഡർ കാർ, ജീപ്പ് എന്ന് പറഞ്ഞാൽ മഹീന്ദ്രയുടെ ജീപ്പ്. ഈ രണ്ട് സാധനങ്ങളും അത്ര കണ്ട് ഇന്ത്യൻ ഗ്രാമജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാഹനമാണിത്. ഇന്ത്യൻ ഗ്രാമജീവിതം എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ കട്ടപ്പനയിലും ഇടുക്കിയിലും തുടങ്ങി രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും, അങ്ങനെ ഇന്ത്യയിൽ ഏത് സ്ഥലം വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കി അവിടെയെല്ലാം ഈ ജീപ്പ് അതിൻ്റെതായ പാദമുദ്ര പതിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതായത് CJ500 അല്ലെങ്കിൽ MM540 ഒക്കെ കടന്നില്ലാത്ത ഒരു ഗ്രാമം പോലും, ഒരു പ്രദേശം പോലും ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെയാണ് ഇന്ത്യയിൽ മഹീന്ദ്രയുടെ ഓരോ വാഹനങ്ങളും. അതായത് ഇന്ത്യക്കൊപ്പം വളർന്നു പോകുന്നൊരു മാനുഫാക്ചർ മഹീന്ദ്ര എന്ന് പറയുന്നത്. ഞാൻ മഹീന്ദ്രയുടെ പരസ്യമായിട്ടൊന്നും പറഞ്ഞല്ല, നമുക്ക് ഇവിടെ ചെന്നാലും കാണാൻ സാധിക്കും മഹീന്ദ്രയുടെ വണ്ടികൾ. അതായത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എന്താണോ ഫോർഡ് അല്ലെങ്കിൽ എന്താണോ GM, അതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മഹീന്ദ്രയും അതുപോലെ നമ്മുടെ ടാറ്റയും ഒക്കെ. അപ്പോൾ വീണ്ടും തിരിച്ച് മഹീന്ദ്രയിലേക്ക് തന്നെ വരാം. പിന്നെ ജീപ്പിൻ്റെ ചരിത്രത്തിലേക്ക് നാൾ വഴികൾ വരുന്ന അടുത്ത മാറ്റം എന്ന് പറഞ്ഞാൽ ജീപ്പ് ഇന്ത്യൻ സൈനിക വാഹനമായി മാറുന്നതാണ്. ജീപ്പ് MM540 എന്ന് പറയുന്ന സാധനം ഇന്ത്യൻ സൈന്യം പ്രൊക്യൂർ ചെയ്യണം. അവിടെ സൈന്യത്തിന് വേണ്ടി മഹീന്ദ്ര ഇതിൽ അപ്ഗ്രേഡേഷൻ നടത്തുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടുന്നുണ്ട്, അതുപോലെ തന്നെ സസ്പെൻഷൻ വളരെ സ്റ്റിഫറാക്കി മാറ്റുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ബമ്പറിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, ബമ്പർ ഹെവി ആക്കി മാറ്റുന്നുണ്ട്, അതുപോലെ ബമ്പറിൽ ഈ തോയിങ് ഹുക്കുകളും ഷാക്കിളുകളും ഒക്കെ ഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഈ ഡാഷ്ബോർഡിലൊക്കെ ഉപയോഗിച്ചിരുന്ന പ്ലാസ്റ്റിക് ഘടകങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി സീറ്റ് ഒഴികെ ബാക്കി എല്ലാം മെറ്റലാക്കി മാറ്റി.
പിന്നെ പെർമനന്റ് 4x4 സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഈ ലോക്കബിൾ ഡിഫറൻഷ്യലൊക്കെ ഉള്ള ഒരു 4 വീൽ ഡ്രൈവ് സിസ്റ്റം ഇതിലേക്ക് ഒരു പെർമനന്റ് സെറ്റപ്പ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പെർമനന്റ് എന്ന് പറഞ്ഞാൽ ഓൾ ടൈം 4x4 എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറ്റുള്ള മോഡലിലൊക്കെ ഓപ്ഷനിലായിരുന്നു. ഇതിലൊരു സ്ഥിരം സെറ്റപ്പ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ പേര് മാറ്റി, അതായത് MM540 തന്നെയാണെങ്കിൽ അതിന്റെ പേര് മാറ്റുന്നുണ്ട്, MM550 ആണ് ആർമിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് 1990 ആകുമ്പോഴത്തേക്ക് നമ്മുടെ CJ3B എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ ഈ പിജോയുടെ XPD 490 ഡീസൽ എഞ്ചിൻ കൊടുത്തിട്ട് CJ3B എന്നുള്ള പേര് മാറ്റിയത് CJ340 ആക്കി മാറ്റുന്നുണ്ട്. പിന്നെ അത് CJ340 എന്നുള്ള പേര് മഹീന്ദ്രയ്ക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ CJ എന്നുള്ളത് വില്ലീസിന്റെ ട്രേഡ് മാർക്കാണ്. അപ്പോഴത്തേന് ആ സാധനം പിന്നീട് മഹീന്ദ്രയ്ക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ CJ എന്നുള്ള സ്ഥാനത്ത് CL എന്നുള്ള പേര് വരുന്നുണ്ട്, CL340 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ 90കളായപ്പോഴത്തെ ഇന്ത്യയിൽ ഒരു വലിയ പ്രധാന വാഹനമായിട്ട് ജീപ്പ് മാറുന്നുണ്ട്. പക്ഷേ മഹീന്ദ്രയ്ക്ക് അതുകൊണ്ടും തൃപ്തിയായില്ലെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ അന്നേരവും മഹീന്ദ്രയ്ക്ക് ഈ ഇന്ത്യൻ അർബൻ ക്ലാസ്സിനെ ടാർഗറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇതൊരു സിറ്റി യൂസിന് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സിറ്റി ഡൊല്ലേഴ്സ് ആയിട്ടുള്ള ഇന്ത്യക്കാർ, ഹൈ ക്ലാസ് ഇന്ത്യക്കാർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വാഹനം ആയിരുന്നില്ല ഇത്. അതായത് ആ കാലത്ത് ഈ ജീപ്പിന് ഇന്ന് ഈ താറിന് കൊടുക്കുന്ന ഉള്ളൊരു സ്റ്റാറ്റസ് ഒന്നും വന്നില്ല. അപ്പോൾ മഹീന്ദ്ര ഈ സ്റ്റാറ്റസ് മാറ്റാൻ തീരുമാനിച്ചു. അതായത് ഇന്ത്യൻ അർബൻ പോപ്പുലേഷനെ മഹീന്ദ്ര ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അർബൻ പോപ്പുലേഷനെ സെല്ല് ചെയ്യണമെങ്കിൽ മഹീന്ദ്ര യൂത്തിനെ ടാർഗറ്റ് ചെയ്യണം. അങ്ങനെ ഇന്ത്യൻ അർബൻ യൂത്തിനെ ടാർഗറ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടുകൂടി മഹീന്ദ്ര മാനുഫാക്ചർ ചെയ്ത വണ്ടിയുടെ പേരാണ് മഹീന്ദ്ര ക്ലാസിക്. അപ്പം മഹീന്ദ്ര ക്ലാസിക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹൈലി കോസ്മെറ്റിക് അപ്ഗ്രേഡേഷൻ നടത്തിയ ഒരു CL340 തന്നെയായിരുന്നു. CL340 DP എന്നാണ് അറിയപ്പെടുന്നത്. കോസ്മെറ്റിക് അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഇതിൽ വളരെ പ്രകടമായ മാറ്റം, അതായത് ഫ്രണ്ടിലൊരു ഫാക്ടറി ബിൽഡ് ബുൾ ബാർ കൊണ്ടുവന്നു, അതുപോലെ അലോയ് വീൽസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഒരു എടുത്തു പറയേണ്ട അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പവർ അസിസ്റ്റഡ് ഡിസ്ക് ബ്രേക്ക്. ഇന്ത്യയിലൊരു ജീപ്പ് അല്ലെങ്കിൽ ഒരു 4x4 വാഹനത്തിലേക്ക് ഒരു പവർ അസിസ്റ്റഡ് ഡിസ്ക് ബ്രേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഈ മഹീന്ദ്ര ക്ലാസിക്കിലാണ്. അതുപോലെ ജീപ്പിൽ ഈ 4 മൗണ്ടർ പെഡൽസ് ഒക്കെ മാറ്റി സസ്പെൻഡഡ് പെഡലുകളൊക്കെ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഏതായാലും മഹീന്ദ്ര അർബൻ യൂത്തിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി 1990 ക്ലാസിക് അങ്ങോട്ട് ലോഞ്ച് ചെയ്യുന്നു. പക്ഷേ മഹീന്ദ്ര ഉദ്ദേശിച്ച പോലെ ക്ലാസിക് ഹിറ്റായില്ല. മഹീന്ദ്ര ക്ലാസിക് എന്ന് പറയുന്ന വാഹനം ഇന്ത്യൻ യുവത്വത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇന്ത്യൻ യുവ ഹൃദയങ്ങളിലേക്ക് കുടിയേറി പാർത്തൊരു വാഹനമാണ്. പക്ഷേ ഈ സാധനം കാശ് കൊടുത്ത് വാങ്ങാനുള്ള കാശ് ഈ യുവാക്കളിലൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അത്ര വലിയൊരു സക്സസ് ഒന്നും ആയിട്ട് മാറിയില്ല. ക്ലാസിക് കഴിഞ്ഞ് പിന്നെ വരുന്ന അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞാൽ 1999 നമ്മുടെ CJ500 എന്ന് പറയുന്ന CJ500D എന്ന് പറയുന്നതിൽ ഡീസൽ എഞ്ചിനിൽ അപ്ഗ്രേഡേഷൻ വരുത്തുന്നുണ്ട്. അതിൽ MDA 3200 എന്ന് പറയുന്ന ഒരു ഡീസൽ എഞ്ചിൻ കൊണ്ടുവരുന്നുണ്ട്. ആ ഡീസൽ എഞ്ചിൻ വന്നെന്ന് മാത്രമല്ല അവിടെ പേരും ഇതിനെ മാറ്റുന്നുണ്ട്. അത് CL500 അല്ലെങ്കിൽ CL550 എന്നുള്ള പേരിലേക്ക് മാറ്റുന്നുണ്ട്. അത് പേര് മാറ്റാനുള്ള പ്രധാന കാരണം ഈ ട്രേഡ് മാർക്ക് ഇഷ്യൂസ് ആണ്. പിന്നെ 2004 ഇതിൽ എഞ്ചിനിൽ വീണ്ടും ഒരു അപ്ഗ്രേഡേഷൻ വരുന്നുണ്ട്. എഞ്ചിൻ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. എഞ്ചിനിൽ അപ്ഗ്രേഡേഷൻ വരുത്തിക്കൊണ്ട് മഹീന്ദ്ര CL550യെ മഹീന്ദ്ര മേജർ ആക്കി മാറ്റുന്നുണ്ട്. അതോടുകൂടി ഈ ഡീസൽ എഞ്ചിൻ്റെ പവർ വർദ്ധിക്കുന്നുണ്ട്, ഡീസൽ എഞ്ചിനുകളുടെ എഫിഷ്യൻസി വർദ്ധിക്കുന്നുണ്ട്, ഡീസൽ എഞ്ചിൻ കൂടുതൽ റിലയബിൾ ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അത് തന്നെയല്ല ഈ സമയത്ത് മഹീന്ദ്രയ്ക്ക് വേണ്ടി ഈ ട്രാൻസ്മിഷൻ സിസ്റ്റം, അതായത് ഈ ഗിയർ ബോക്സുകൾ ഉണ്ടായിക്കൊണ്ടുവന്ന ഡൈനാസ്പേസർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ ഡൈനാസ്പേസറുമായിട്ട് കൂടിച്ചേർന്നാണ് മഹീന്ദ്ര ഒരു കമ്പനി രൂപീകരിച്ചത്. അതായത് മഹീന്ദ്ര സ്പേസർ എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് ഈ 5 സ്പീഡ് ഗിയർ ബോക്സ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ കൂടി ആയപ്പോഴത്തേനും ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചർ എന്ന രീതിയിൽ മഹീന്ദ്ര വളരെയധികം പുരോഗതി പ്രാപിച്ചു. അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ഈ 90കളിലൊക്കെ വേറെയും വാഹനങ്ങൾ മഹീന്ദ്ര നിർമ്മിക്കുന്നുണ്ട്. അതായത് നമ്മുടെ MM540 അടിസ്ഥാനപ്പെടുത്തി തന്നെ നിർമ്മിച്ചിട്ടുള്ള മഹീന്ദ്ര ആർമഡ എന്ന് പറയുന്ന ഒരു വാഹനം 1993 പുറത്തിറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ ആർമഡയുടെ ഹിസ്റ്ററി നമുക്ക് നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര ആർമഡ ഇവോൾവ് ചെയ്താണ് ഇന്ന് നമ്മൾ കാണുന്ന മഹീന്ദ്ര ബൊലേറോ എന്ന് പറയുന്ന വാഹനം ഉണ്ടാകുന്നത്. അങ്ങനെ മഹീന്ദ്ര പുതിയ പുതിയ വാഹനങ്ങളുടെ ലൈനപ്പുകൾ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വില്ലിസ് CJയിൽ തുടങ്ങി മഹീന്ദ്ര മേജറിൽ വന്ന് നിൽക്കുമ്പോഴത്തേനും മഹീന്ദ്ര മേജർ എന്ന് പറയുന്ന വാഹനത്തിന് ഈ വില്ലിസ് CJയുമായിട്ട് രൂപസാദൃശ്യം ഉണ്ടോ എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് വില്ലിസ് CJയിൽ നിന്ന് മഹീന്ദ്ര ഒരുപാട് മാറ്റിയെടുത്തൊരു വാഹനമായിരുന്നു. മഹീന്ദ്ര മാറ്റിയെടുത്തു കഴിഞ്ഞാൽ എഞ്ചിനും ഗിയർ ബോക്സും ഒക്കെ മാറ്റി, അതുപോലെ തന്നെ വീൽ ബേസ് മാറ്റി. വീൽ ബേസ് മാത്രമല്ല അതിന് ഷാസിയിലും ഒക്കെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. അതായത് മഹീന്ദ്ര ഏറെക്കുറെ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്തൊരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ജീപ്പിന്റെ പല ഡിസൈൻ എലിമെന്റ്സും അതുപോലെ പല കാര്യങ്ങളും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ കൂടിച്ചേർന്ന ഒരു എന്താ പറയുന്നത്, മഹീന്ദ്രയുടെ സ്വന്തം വാഹനമാണെന്ന് ചോദിച്ചാൽ മഹീന്ദ്രയുടെ സ്വന്തം വാഹനമാണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല, അത് ഇനി ജീപ്പാണെന്ന് ചോദിച്ചാൽ ജീപ്പ് പോലെ, അങ്ങനത്തെ ഒരു വളരെ ഒരു സങ്കരയിനം വാഹനമാണ് മഹീന്ദ്ര മേജർ എന്ന് പറയുന്നത്. പക്ഷെ ഇത്രയൊക്കെ ആയപ്പോഴും മഹീന്ദ്ര ഉദ്ദേശിച്ച പോലെ ഈ അർബൻ മേഖലയിലേക്ക് കടന്നു കയറാൻ മഹീന്ദ്രയ്ക്ക് സാധിച്ചില്ല. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് 2005 ആയപ്പോഴത്തേക്കും 2005 എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ 60ാം വാർഷികമാണ്. 60ാം വാർഷികം എന്ന് പറഞ്ഞാൽ 1945 പഞ്ചാബിലെ ലുധിയാനയിലാണ് മഹീന്ദ്ര എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി
ആരംഭിക്കുന്നത്. ഈ 60ാം വാർഷികത്തോടനുബന്ധിച്ച് മഹീന്ദ്ര ഒരു പുതിയ മോഡൽ ലോഞ്ച് ചെയ്യണം. അതാണ് മഹീന്ദ്ര ലെജൻഡ് എന്ന് പറയുന്ന മോഡൽ. അതായത് മുഖം എനിക്ക് ഒരു MM540. അതുകൊണ്ട് തന്നെ ഇതിന്റെ രൂപം ഏതാണ്ട് CJ ജീപ്പിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു രൂപമാണ്. ഈ മഹീന്ദ്ര ലെജൻഡ് എന്ന് പറയുന്ന വാഹനം ഇന്ത്യൻ വാഹന നിർമ്മാണ ചരിത്രത്തിൽ ഒരു വലിയ അഭിവാജ്യ ഘടകമൊന്നുമല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ വേൾഡിൽ വളരെ തരംഗം സൃഷ്ടിച്ചൊരു വാഹനമൊന്നുമല്ല. അപ്പോൾ ഈ മഹീന്ദ്ര ലെജൻഡ് വലിയ തരംഗം സൃഷ്ടിച്ചിട്ടില്ലെങ്കിലും മഹീന്ദ്ര ലെജൻഡിനെ കൂടി എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് വരെ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള വെച്ച് ഏറ്റവും ബെസ്റ്റ് 4x4 സിസ്റ്റം ഉണ്ടായിരുന്നത് ഈ മഹീന്ദ്ര ലെജൻഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മഹീന്ദ്ര ലെജൻഡ് എന്ന് പറയുന്ന വാഹനം ഈ ഓഫ് റോഡ് ഇൻഡ്യൂസിയാസ്റ്റുകളുടെ ഇടയിൽ വളരെ പോപ്പുലറായിരുന്നു. വളരെ പോപ്പുലറാണ്, ഇന്നും അത് വളരെ പോപ്പുലറാണ് ഓഫ് റോഡ് ഇൻഡ്യൂസിയാസ്റ്റുകളുടെ ഇടയിൽ. അപ്പോൾ ഈ മഹീന്ദ്ര ലെജൻഡ് എന്ന് പറയുന്ന വാഹനത്തിന് ജീപ്പിന്റെ ഹിസ്റ്ററിൽ എന്താണ് പ്രാധാന്യമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഹീന്ദ്ര ലെജൻഡ് എന്ന് പറയുന്ന വാഹനത്തിനെ അല്പം കൂടി മോഡിഫൈ ചെയ്താണ് മഹീന്ദ്ര ഥാർ എന്ന് പറയുന്ന വാഹനത്തിന് മഹീന്ദ്ര ജന്മം കൊടുക്കുന്നത്. അതായത് 2010 ഈ മഹീന്ദ്ര ലെജൻഡിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അതായത് മഹീന്ദ്ര ലെജൻഡിലേക്ക് കുറേ മാറ്റങ്ങൾ കൂടി വരുത്തിക്കൊണ്ട് മഹീന്ദ്ര ഥാർ എന്ന് പറയുന്ന വാഹനം ലോഞ്ച് ചെയ്യണം. അതായത് മഹീന്ദ്ര ഥാറിനെ ലോഞ്ച് ചെയ്തത് മഹീന്ദ്ര വളരെ വ്യത്യസ്തമായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടാണ്. മഹീന്ദ്ര ഇതിന് ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ എന്നുള്ള രീതിയിലാണ് മാർക്കറ്റിലേക്ക് അവതരിപ്പിച്ചത്. അതായത് ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ രൂപം ഏതാണ് CJ ജീപ്പിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു രൂപമാണ്. 7 സ്ലോട്ട് ഗ്രില്ലൊക്കെയുള്ള CJ ജീപ്പിന്റെ രൂപത്തിനോട് വളരെയധികം സാദൃശ്യമുള്ള, അല്ലെങ്കിൽ അതിന് അടുത്തടുപ്പിച്ച് നിൽക്കുന്ന ഒരു രൂപമുള്ള ഒരു വാഹനമാണ് വരുന്നത്. പക്ഷേ ഇതിൽ CJ ജീപ്പിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ഈ MM540 ഉണ്ടായിരുന്ന പോലെ മെറ്റാലിക് ഡോറുകൾ ഉണ്ടായിരുന്നു. കൂടാതെ AC, പിന്നെ 2 എഞ്ചിൻ ഓപ്ഷനുകളുണ്ടായിരുന്നു. അത് 2 എഞ്ചിൻ ഓപ്ഷൻ 2 ഡീസൽ എഞ്ചിനുകളുണ്ടായിരുന്നു. എല്ലാത്തിനും ഉപരിയായിട്ട് ബോഗ് വാണറിന്റെ ഒരു അടിപൊളി 4x4 സിസ്റ്റം. ഇതൊക്കെയായിരുന്നു ഥാറിനെ ഥാറാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഥാർ എന്ന് പറയുന്ന വാഹനം ഈ 2020 ഥാർ വന്ന പോലെ ഒരു വളരെ ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങ് അലയടിച്ച് ഓളം ഉണ്ടാക്കി വന്നൊരു വാഹനമൊന്നുമല്ല. ഥാർ ഇങ്ങനെ 10 വർഷം കൊണ്ട് പടിപടിയായി വളർന്നൊരു ബ്രാൻഡായിട്ട് മാറുകയായിരുന്നു. ഥാർ 2010 ലോഞ്ച് ചെയ്തു. 2020 വരെയുള്ള ആ 10 വർഷ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഥാർ പതിയെ വളരുകയായിരുന്നു. അതായത് മഹീന്ദ്ര ഈ ഥാർ എന്ന് പറയുന്ന വാഹനം ഈ 10 വർഷത്തിനിടയ്ക്ക് വളരെ ശക്തമായ രീതിയിലുള്ള ഒരു അപ്ഗ്രേഡേഷനും കൊണ്ടുവന്നില്ല. ഥാറിനെ അതേപടി മഹീന്ദ്ര വളരാൻ വിട്ടു. പിന്നെ ഗവൺമെന്റ് കാലാകാലം കൊണ്ടുവന്ന നോംസ് അനുസരിച്ച് അതിൽ ചില മാറ്റങ്ങൾ വന്നു. അത് ചിലരെ എടുത്തു പറയുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം മെറ്റാലിക് ബമ്പർ ആയിരുന്നു, അത് മാറി പിന്നെ പ്ലാസ്റ്റിക് ബമ്പർ വന്നു. പിന്നെ അങ്ങനെ അല്ലറയിലുള്ള മാറ്റങ്ങളും മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹീന്ദ്ര അതിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റവും കൊണ്ടുവന്നില്ല. ഥാറിനെ അങ്ങനെ ഒരു ബ്രാൻഡായിട്ട് വളരാൻ മഹീന്ദ്ര വിട്ടു. പക്ഷേ നല്ല രീതിയിൽ അത് മാർക്കറ്റ് ചെയ്തു. അതായത് മഹീന്ദ്ര വർഷം നടത്തുന്ന പല ഓഫ് റോഡ് ഇവന്റുകളും അങ്ങനെയുള്ള പല കലാപരിപാടികളിലൂടെ മഹീന്ദ്ര ഇതിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തു. അങ്ങനെ ഥാർ ഒരു ബ്രാൻഡായിട്ട് മാറി എന്നല്ല പറയുന്നത്. ഈ 10 വർഷം കൊണ്ട് ഥാർ പതിയെ വളർന്ന് ഇന്ത്യയിൽ ഒരു വികാരമായിട്ട് മാറി എന്നാണ് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ടാണ് 2020 മെയ്ഡ് ഇൻ ഇന്ത്യ വിത്ത് പ്രൈഡ് എന്നുള്ള ബാഡ്ജും പേരിക്കൊണ്ട് ഥാർ റീലോഞ്ച് ചെയ്തപ്പോൾ 2020 റീലോഞ്ച് ചെയ്തപ്പോഴത്തേന് ഇന്ത്യൻ ഓട്ടോമൊബൈൽ വേൾഡ് ഇത്രയും ആവേശഭരിതരായിട്ട് ആ ലോഞ്ച് ഒരു ആഘോഷമാക്കി മാറ്റി. ഥാർ എന്ന് പറയുന്ന വാഹനത്തെ ഇത്രയും ആഘോഷിച്ചത്. അതായത് ഥാറിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഥാർ കണ്ട് ഞാനും ആവേശഭരിതനായി, ഞാനും വികാരഭരിതനായി, വികാരത്തിന്റെ അങ്ങേയറ്റത്ത് ഞാനും പോയി ആ വണ്ടി ബുക്ക് ചെയ്തു. അങ്ങനെ വണ്ടി ബുക്ക് ചെയ്താണ്ട് 5 മാസമായിട്ട് എനിക്ക് വണ്ടി കിട്ടിയില്ല. അങ്ങനെ വികാരത്തിന്റെ അളവ് പതിയെ കുറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു. പക്ഷേ ഇപ്പോഴും ആ ഥാർ എന്ന് പറയുന്ന വികാരം മനസ്സിന്റെ ഉള്ളിൽ എവിടെയൊക്കെയോ തങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കാത്തിരിക്കുകയാണ് ഈ നാട്ടുകാരുടെ വികാരം കുറഞ്ഞിട്ട് വേണം എനിക്ക് ഒരു ഥാറൂടെ പോയി ബുക്ക് ചെയ്യാൻ. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ, ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.